കെ സ്മാർട്ട് ലെയർ മെട്രിക്സിന് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. കെ സ്മാർട്ട് ലെയർ മെട്രിക്സ് വേർഷൻ 2.2 ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെയാണെങ്കിൽ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കെ സ്മാർട്ടിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സർവീസസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കാണാം. ആ സർവീസസിൽ നമുക്ക് വേണ്ടത് ബിൽഡിംഗ് പെർമിറ്റ് സർവീസസ് ആണ്. ബിൽഡിംഗ് പെർമിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ സിറ്റിസൺ സർവീസസും വരുന്നുണ്ട്, ലൈസൻസി സർവീസസും വരുന്നുണ്ട്. അതിൽ ലൈസൻസി സർവീസസിൽ ലൈസൻസി യൂസർ മാനുവൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ലൈസൻസി യൂസർ മാനുവൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ലെയർ മെട്രിക്സുകൾ ഇവിടെ അവൈലബിൾ ആയിരിക്കും. കെ സ്മാർട്ട് ലെയർ മെട്രിക്സ് ലൈവ് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ലൈവ് EDCR വേർഷൻ 2.2 26/8/2025 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള EDCR വേർഷൻ 2.2 എന്ന് പറയുന്നത്. അത് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനും അതുപോലെ തന്നെ ജനറൽ ലെയർ മെട്രിക്സും രണ്ടും നമുക്ക് പുതിയ വേർഷൻസ് അവൈലബിൾ ആണ്. 2.2 എന്നുള്ള വേർഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ വേർഷൻ 2ൻ്റെ സാമ്പിൾ ഡ്രോയിങ്സും നമുക്കിവിടെ കിട്ടും. കൂടാതെ ലാസ്റ്റ് കാണുന്നത് നമ്മൾ ഓതറൈസേഷൻ ചെയ്യുന്ന സമയത്തിന് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് അണ്ടർടേക്കിംഗ് ബൈ ദ ഓണർ എന്ന് പറഞ്ഞിട്ടുള്ളതും കാണും. ഇത്രയും 5 ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് ഇവിടെ നിന്ന് ലൈസൻസ് യൂസർ മാനുവലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കെ സ്മാർട്ട് ലെയർ മെട്രിക്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. നമുക്ക് ഈ കെ സ്മാർട്ട് ലെയർ മെട്രിക്സ് ലൈവ് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വന്ന ചേഞ്ചസ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ലെയർ മെട്രിക്സിൽ ആകെ ചേഞ്ച് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാൻ ഇൻഫോയിലാണ്. പ്ലാൻ ഇൻഫോ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്കതിലൊരു ക്ലൗഡിൻ്റെ ചിഹ്നം വരച്ചിട്ടുണ്ടാവും. അതായത് റിവിഷൻ വന്നതിലാണ് ഈ ക്ലൗഡിൻ്റെ ചിഹ്നം മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അതിൽ മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. നമ്മളെപ്പോഴും നിർബന്ധമായിട്ടും ന്യൂ വേർഷൻ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ പുതിയ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ വേർഷൻ ലെയർ മെട്രിക്സ് വെച്ച് തന്നെ നമ്മൾ ഡ്രോയിങ് വരയ്ക്കുക. അപ്പോൾ ഈ ഒരു പ്ലാൻ ഇൻഫോ ആയിരിക്കണം കോപ്പി ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയാം. പ്ലാൻ ഇൻഫോയിൽ വന്ന ചേഞ്ചസ്, ഒന്ന് പ്ലോട്ട് ഏരിയ പാർക്കിംഗ് പ്ലോട്ട്. അതായത് പാർക്കിംഗ് പ്ലോട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇതിലല്ലാതെ വേറെ ഒരു പാർക്കിംഗ് പ്ലോട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ആ പാർക്കിംഗ് പ്ലോട്ടിൻ്റെ ഏരിയ ഇവിടെ മെൻഷൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് CRZ സോൺ ആണ്. അതായത് കോസ്റ്റൽ സോണിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഡിവിഷൻ ഏത് ടൈപ്പ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്യാൻ ഒന്നെങ്കിൽ നോ കൊടുക്കാം, അല്ലെങ്കിൽ എസ് എന്നതിന് പകരം ഏതാണെന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ 1A ആണോ 1B ആണോ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് മെക്കാനിക്കൽ പാർക്കിംഗ് ഇൻ പാർക്കിംഗ് പ്ലോട്ട് എന്നുള്ളതാണ്. പിന്നെ വന്നിരിക്കുന്ന മൂന്നാമത്തെ ഒരു പോയിന്റ്, അതായത് പാർക്കിംഗ് പ്ലോട്ടിൽ മെക്കാനിക്കൽ പാർക്കിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് എത്ര മെക്കാനിക്കൽ പാർക്കിംഗ് ആണ് കാണിക്കുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യും. പിന്നെ വരുന്നത് TOD സോണാണ്. അതായത് ടൗൺ ഡെവലപ്മെൻറ്റ് എന്തെങ്കിലും ഇതിൽ വരുന്നുണ്ടോ, ആ ഒരു സോണിലാണോ നമ്മുടെ പ്ലോട്ട് വരുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യാനാണ് ഇവിടെ വരുന്നത്. ഇത്രയും ചേഞ്ചസ് ആണ് നമ്മുടെ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ കേസിൽ എക്സ്ട്രാ വന്നിരിക്കുന്നത്. പ്ലാൻ ഇൻഫോയിലാണ് ഇത്രയും ചേഞ്ചസ് വരുന്നത്. 1 2 3 4 4 പോയിന്റ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ജനറൽ ലെയർ മെട്രിക്സ് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തത് നമ്മൾ മറ്റേ സിംഗിൾ ഫാമിലിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പ്ലാൻ ഇൻഫോയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സെയിം ചേഞ്ചസ് ഒക്കെ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. CRZൻ്റെ കാര്യവും അതുപോലെ തന്നെ പ്ലോട്ട് ഏരിയ പാർക്കിംഗ് പ്ലോട്ടിൻ്റെ കേസും അതുപോലെ തന്നെ TOD സോണിൻ്റെ കാര്യവും മെക്കാനിക്കൽ പാർക്കിംഗ് കൊടുത്തതും ഒക്കെ തന്നെയാണ്, സെയിം തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. പിന്നെ ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് എവിടെയാണോ ജസ്റ്റ് ആ ക്ലൗഡിൻ്റെ ചിഹ്നം അവർ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും എക്സ്ട്രാ വന്നതിൽ. പിന്നെ വന്നിരിക്കുന്നത് സൈറ്റ് പ്ലാനിലാണ്. സൈറ്റ് പ്ലാനിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ആ പാർക്കിംഗ് പ്ലോട്ട് ഇല്ലേ, ആ പാർക്കിംഗ് പ്ലോട്ട് നമ്മൾ കാണിക്കുന്നതിൻ്റെ ബൗണ്ടറി കൂടി മാർക്ക് ചെയ്യാനുള്ളൊരു ലെയർ മെട്രിക്സ് വന്നിട്ടുണ്ട്. ഇതിപ്പം കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനൊക്കെ ഇപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ പാർക്കിംഗ്, അതായത് പ്ലോട്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ നിശ്ചിത ദൂരത്ത് ഉള്ള ഒരു ലാൻഡിൽ അതിൻ്റെ പാർക്കിംഗ് കാണിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു പ്ലോട്ട് ബൗണ്ടറി കാണിക്കാനുള്ള ഒരു ലെയർ മെട്രിക്സ് ആണ് ഇത്. പിന്നെ അടുത്തത് അഡീഷണൽ വന്നിരിക്കുന്നത് ഈ പാർക്കിങ്ങിൻ്റെ കേസാണ് മെയിനായിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാർക്കിംഗ് പ്ലാനിൽ കൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ കാണിക്കണം. ആ പാർക്കിംഗ് പ്ലോട്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, കാർ പാർക്കിംഗ് സ്ലോട്ടുകൾ, അതുപോലെ 2 വീലർ പാർക്കിങ്ങും ഈ പാർക്കിംഗ് പ്ലോട്ടിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെയർ മെട്രിക്സുകൾ, ഇത് പാർക്കിംഗ് പ്ലാനിൽ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ വന്നിരിക്കുന്നത്.
മെയിനായിട്ട് പാർക്കിങ്ങിൻ്റെ കേസിൽ മാത്രമാണ് അപ്ഡേഷൻ വന്നിരിക്കുന്നത്, വേറെ അപ്ഡേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ സ്ഥിരമായിട്ട് ഇത് നോക്കുക. എന്തെങ്കിലും അപ്ഡേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിലൂടെ അത് പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള അപ്ഡേഷൻസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.